CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിന് വിപ്ലവ സ്മരണകളോടെ തുടക്കമായിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ LDF സർക്കാരിനെയും CPIMനെയും തകർക്കാൻ നടക്കുന്ന ആസൂത്രിത ശ്രമങ്ങളെ ചെറുക്കണമെന്നാണ് MA ബേബി അതിനുശേഷം സംസാരിച്ചു പറഞ്ഞത്. വിപ്ലവ സ്മരണകൾ പുതുക്കി ജനങ്ങളുടെ തൊഴിലാളികളുടെ സ്വന്തം പാർട്ടിയായ CPIM കൊല്ലം ജില്ലാ സമ്മേളന നഗരിയിൽ സ്വാഗത സംഘ ചെയർമാൻ P. രാജേന്ദ്രൻ പതാക ഉയർത്തി. തുടർന്ന് സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. PB അംഗം MA ബേബി, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ മുദ്രാവാക്യം മുഴക്കി രണസ്മരണ പുതുക്കി. തുറന്നു ചേർന്ന പ്രതിനിധി സമ്മേളനം PB അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. EMS ഗവൺമെന്റ് രൂപീകരണം പ്രതിരോധ ശക്തികളെ അന്താളിപ്പിച്ചതുപോലെ കുത്തക മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇല്ലാതാക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ കരിവാരി തേച്ച് വിരൂപമായി അവതരിപ്പിക്കാൻ എന്തു ശ്രമമാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങേണ്ട സമയത്തുണ്ടായതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, അതൊക്കെ ഇങ്ങനെ അന്തിച്ചർച്ച നടത്തിയ സുഹൃത്തുക്കളുടെയൊക്കെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എങ്ങനെ ഇതിനെ നേരിടണം എന്നത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സമ്മേളനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിലും സംഘടിത രൂപമായതോടെ കുത്തക വലതുപക്ഷം മാധ്യമങ്ങളെ ഉപയോഗിച്ചും അല്ലാതെയും തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിൽ കരിവാരിത്തേക്കാനും ശ്രമിച്ചു. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന അന്തിച്ചർച്ച നടത്തിയവർ ഇവിടെ ഉണ്ടെന്നും കള്ളപ്രചരണം നടത്തിയവരൊക്കെ ഇപ്പോൾ എവിടെയെന്നും MA ബേബി ചോദിച്ചു. കേരള പിറവിക്ക് 2026 70 വർഷം തികയും. ഇടതുപക്ഷം 30 വർഷം കേരളം ഭരിച്ചു. ഈ കാലയളവിൽ വന്ന മാറ്റങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം. ജനങ്ങളുടെ ദുഃഖം, വിമർശനം എല്ലാം ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകർ ക്ഷമയോടെ കേൾക്കണം. ഇന്ത്യക്ക് ചുറ്റുമുള്ള ശ്രീലങ്ക, നേപ്പാൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നുവെന്നും MA ബേബി പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി S. സുദേവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനം 12-ന് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.